ക്രിസ്തുമസ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തിലേക്ക് കൊണ്ടുവന്ന സുദിനം. മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് കൂടെ വസിക്കാനുള്ള അദൃശ്യനായ ദൈവത്തിന്റെ പദ്ധതി സഫലീകരിച്ച ദിനം. സമയത്തിന് അതീതനായ തമ്പുരാന്റെ എഴുന്നള്ളത്ത് കാലിക്കൂട്ടിൽ ഒതുക്കപ്പെട്ടെങ്കിലും ഇന്നും മനുഷ്യർ അത് മാളികപ്പുറത്ത് ആഘോഷിക്കുവാൻ അവസരം കണ്ടെത്തുന്നു. ഇപ്പോൾ മാത്രമല്ല, എന്നും നമ്മുടെ ഇടയിൽ പിറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഇടം നൽകേണ്ടത് നമ്മളാണ്. ഇല്ലെങ്കിൽ മറ്റൊരു കാലിത്തൊഴുത്ത് നോക്കി തമ്പുരാൻ നമ്മെ വിട്ടുപോകും. ഈ അവസരത്തിൽ ഞങ്ങളുടെ ബേത്തലത്തല ഇടവകയിൽ 2 ജന്മങ്ങളുണ്ടായി. അണ്ട്രാനുകറാത്ത് ഗ്രാമപള്ളിയും തനന്താവ ഗ്രാമപള്ളിയും. കെട്ടിടമില്ലെങ്കിലും മരത്തണയിൽ ദേവാലയത്തിന് സ്ഥലം ഒരുക്കിയവർ. അണ്ട്രാനുകറാത്ത് അറിയപ്പെടുന്നത് സ്വർണത്തിന്റെ പേരിലാണ്. ഉരുളൻ പാറക്കല്ലുകൾ ധാരാളം കാണപ്പെടുന്ന ഈ ഗ്രാമത്തിനടിയിൽ സ്വർണത്തരികൾ കണ്ടുവരുന്നു. ചെറിയ വട്ടത്തിൽ ആഴമുള്ള കിണറുകൾ കുഴിച്ച് അതിനുള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഗ്രാമവാസികൾ സ്വർണം തേടി താഴോട്ട് പോകുന്നു. ഇങ്ങനെ പോകുന്നവരിൽ ചിലർ തിരിച്ചു വരാറില്ല. ബത്തലത്താലയിൽ നിന്നും കാട്ടിലൂടെയും പാടത്തുകൂടെയും 1.5 മണിക്കൂർ നടന്നാൽ അണ്ട്രാനുകറാത്ത് ഗ്രാമത്തിലെത്താം. സന്ദർശനങ്ങളുടെ തുടക്കം മുതൽ നല്ല സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈശോ നേരത്തെ വഴി ഒരുക്കിയിരുന്നു. ഇതാ, നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും. അവിടെ ആദ്യം അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ പള്ളികളിൽ നിന്നും ധാരാളം പേർ നേരത്തെ എത്തിയിരുന്നു. അവിടേക്കുള്ള വഴിയിൽ തലേ ദിവസം പാടത്ത് വെച്ച് 2 പ്രാവശ്യം ഞാൻ കാൽത്തെറ്റി വീണു. ഒന്ന് മലന്നും ഒന്ന് കമിഴ്ന്നും. കൂടെയുള്ളവരുടെ കൃപയാൽ കാര്യമായൊന്നും പറ്റിയില്ല. മുഖത്തുണ്ടായ കണ്ണടയ്ക്ക് പോലും ഒരു ഇളക്കം തട്ടിയില്ല. മാത്രമല്ല, പിറ്റേ ദിവസം അണ്ട്രാനുകറാത്ത് ഗ്രാമത്തിൽ പുളിമരച്ചോട്ടിൽ ഒരു ദേവാലയം പിറന്നപ്പോൾ തമ്പുരാന്റെ സ്നേഹത്തിനെ കുറിച്ച് പറയുവാൻ എനിക്കൊരു വിഷയം ലഭിക്കുകയും ചെയ്തു. തനന്താവ ഗ്രാമത്തിൽ പാവപ്പെട്ടവരും നിഷ്കളങ്കരുമായ ഗ്രാമീണരാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഈശോ പിറന്നപ്പോൾ നിർധനരായ ആട്ടിടയന്മാരോടല്ലേ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുവിശേഷം ആദ്യം പ്രഘോഷിക്കപ്പെട്ടത്. ഇത്തവണ ഞങ്ങൾക്ക് ക്രിസ്തുമസ് ആഘോഷിക്കുവാനും പ്രഘോഷിക്കുവാനും 3 പുതിയ ജന്മങ്ങളുണ്ട്. നവംബറിൽ പിറന്ന ബെഹൂർ ഗ്രാമവും ഡിസംബറിൽ പിറന്ന അണ്ട്രാനുകറാത്തു തനന്താവ ഗ്രാമപള്ളികളും. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൽ ഞങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന 3 പുതുജന്മങ്ങൾ. സ്നേഹത്തിന്റെ ആഴം നമ്മെ പഠിപ്പിച്ച ഈശോയുടെ പിറവി തിരുനാളിന്റെ സമാധാനവും സൗഭാഗ്യവും എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.